ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ഫിലിമി രസം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂലി റിലീസ് ആയ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ദി ഫസ്റ്റ് സ്റ്റെപ്സ് അതിന്റെ റിവ്യൂ ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മാറ്റ് ഷക്മാൻ ആണ്. അതിന്റെ പ്രൊഡക്ഷൻസ് ചെയ്തിരിക്കുന്നത് കെവിൻ ഫൈജി ആണ്. സോ നമുക്ക് ആദ്യം പറയാനുള്ള ഡയറക്ഷൻ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പടം കാണാൻ ഒരു രസമൊക്കെ ഉണ്ട്. നമുക്ക് ഇതിന്റെ കാസ്റ്റിംഗിലോട്ട് വരികയാണെങ്കിൽ ഇതിന്റെ വനീസ കെർബി ആണ് നമ്മുടെ ഇൻവിസിബിൾ വുമൺ കളിക്കുന്നത്. പെട്രോ പാസ്കൽ ആണ് നമ്മുടെ മിസ്റ്റർ ഫാന്റാസ്റ്റിക് കളിക്കുന്നത്. ജോസഫ് ക്വിൻ ആണ് ഹ്യൂമൻ ടോർച്ച്, അതായത് നമ്മുടെ തീയിലുള്ള മനുഷ്യൻ. എബോൺ മോസ് ആണ് നമ്മുടെ തിങ് കളിക്കുന്നത്, അതായത് കല്ലുകൊണ്ടുള്ള മനുഷ്യൻ. ഇവരാണ് നാലുപേരാണ് ഈ മെയിൻ ക്യാരക്ടേഴ്സ് കളിക്കുന്നത്. പിന്നെ നമുക്ക് പടത്തിനെ കുറിച്ച് ഡയറക്ഷൻ ഒക്കെ നല്ലതാണെങ്കിലും പടം നമുക്ക് ഓവറോൾ പറയുവാണെങ്കിൽ ഒരു അബവ് ആവറേജ്, അതായത് സത്യം പറഞ്ഞാൽ നല്ല പടമാണ്. പക്ഷെ ആ പടത്തിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് കാരണം നമുക്ക് ഈ പടം അബവ് ആവറേജ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ എസ്പെഷ്യലി കോമിക്സും ഒരു ഹ്യൂജ് മാർവൽ ഫാൻ ആയ ആൾക്കാർക്ക് പടത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ ഡൈജസ്റ്റ് ആവത്തില്ല. പിന്നെ പടത്തിന്റെ CGI ഒക്കെ നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ക്യാമറ ആൻഡ് CGI, മോഷൻ പിക്ചേഴ്സ്, അതെല്ലാം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫി ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി പടത്തിനെ കുറിച്ച് നമുക്ക് ഇത്ര പറയാനുള്ള ഒരു ആവറേജ് അബോ പടമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇത് എന്തുകൊണ്ടാണ് പടം ആവറേജ് അബോ ആവുന്നതെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അത് ചിലവർക്ക് ചിലപ്പോൾ സ്പോയിലർ ആയിട്ട് തോന്നാം. അത് ഇതിന്റെ റീസൺ ആണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സോ പോസ്റ്റ് ക്രെഡിറ്റ് സീനോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിന്റെ വില്ലനായിട്ട് വരുന്നത് ഗാലക്ടസ് ആണ്. ഈ ഗാലക്ടസ് എന്ന് പറയുന്നത് ഈ ഒരു പടത്തിൽ ഫാന്റാസ്റ്റിക് ഫോറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഗാലക്ടസ് മാതിരി ഒരു സെലസ്റ്റിയൽ ബീയിങ്ങിനെ കൊണ്ടുവരുമ്പോൾ ഇതിന്റെ പ്രശ്നം എന്താ ഇവിടെ നടന്നതെന്ന് വെച്ചാൽ ഗാലക്ടസിന് ഈസി ആയിട്ടാണ് ഫാന്റാസ്റ്റിക് ഫോർ ഡിഫീറ്റ് ചെയ്യുന്നത്. നമുക്ക് ഗാലക്ടസിന്റെ ഇത് പടം കണ്ടവർക്കറിയാം, ഗാലക്ടസ് ഈസിലി ആണ് ഡിഫീറ്റർ ആവുന്നത്. മാത്രമല്ല ഗാലക്ടസിന്റെ ഒരു 50% പവർ പോലും അവർ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഫാന്റാസ്റ്റിക് ഫോർ ഈസിലി ഗാലക്ടസ് ഡിഫീറ്റ് ചെയ്യുന്ന പോലെ അവർ കാണിക്കുന്നത്. കാരണം ഗാലക്ടസിനെ പോലത്തെ ഒരു ക്യാരക്ടറിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവര് കൃത്യമായിട്ട് ഗാലക്ടസിന്റെ പവർ കാണിച്ചതുമില്ല. കൂടാതെ ഗാലക്ടസിനെ ഒരുമാതിരി കൊച്ചാക്കി കാണിക്കുകയും ചെയ്തു. ഇതാണ് ആ പടത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം. പിന്നീട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഇപ്പം സിനിമ മാത്രം കാണുന്ന ഒരാൾക്കാണെങ്കിൽ ആ പടത്തില് അത്ഭുതമായി തോന്നുന്ന ഒരേ ഒരു ക്യാരക്ടർ ഉള്ളായിരിക്കും, അത് ഗാലക്ടസ് ആയിരിക്കും. പക്ഷെ കോമിക് ബുക്സും കൂടി വായിക്കുന്ന ആൾക്കാർക്ക് ആ പടത്തിൽ വേറെ കുറച്ച് ക്യാരക്ടേഴ്സും കൂടി ഉണ്ട്, വളരെ പവർഫുൾ ആയ വേറെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ഞാൻ ആരാന്ന് പറയുന്നില്ല. അത് കോമിക്സ് വായിക്കുന്നവർക്ക് നേരത്തെ തന്നെ മനസ്സിലാവും. അവർ എക്സൈറ്റഡ് ആവും. ആ പടം കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി എക്സൈറ്റഡ് ആവും. കോമിക്സ് വായിക്കാറില്ലാത്തവർക്ക് പണം കാണുന്ന നോർമൽ ഫേസ് തന്നെ അതങ്ങ് പൊക്കോളും. ആൻഡ് എൻ ക്രെഡിറ്റ് സീൻ ഞാൻ ഇവിടെ സ്പോയിലർ ആയിട്ട് പറയുന്നില്ല. പക്ഷെ എൻ ക്രെഡിറ്റ് സീൻ ഒരു രക്ഷയുമില്ലാത്ത സീൻ തന്നെയാണ്, ഒന്നും പറയാനില്ലാത്ത സീൻ തന്നെയാണ്. ഞാൻ ഈ പടം അബവ് ആവറേജ് മാത്രമാണെന്ന് ഞാൻ പറയുന്നതിന്റെ മെയിൻ കാരണങ്ങളിൽ ഒന്ന് ഇത്രേ ഉള്ളൂ. ഗാലക്ടസിനെ അവർ ഇച്ചിരി മോശമായിട്ടാണ് പടത്തിൽ കാണിക്കുന്നത്. ഗാലക്ടസ് പോലത്തെ ഒരു ലെജൻഡറി ക്യാരക്ടറിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ആ മോശമായിട്ട് കാണിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് വേറൊരു പ്രശ്നം നമുക്ക് ആ പടത്തിൽ കാണാനില്ല. ഫൈറ്റ് സീക്വൻസും ഇച്ചിരി കുറവാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ ഫാന്റാസ്റ്റിക് ഫോർ പറ്റുവാണെങ്കിൽ അത് കണ്ടു തന്നെ നോക്കുക. കാരണം എന്താന്ന് വെച്ചാൽ ഇനി വരുന്ന ഡൂംസ്ഡേ ആയിട്ട് വളരെ റിലേറ്റ് ആവുന്ന ഒരു പടമാണിത്. നമ്മുടെ കാങ് ഡൈനസ്റ്റി അവർ നിർത്തിയല്ലോ, അപ്പം ഡൂംസ്ഡേ ആയിട്ട് വളരെ റിലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ പണ്ടത്തെ ഫാന്റാസ്റ്റിക് ഫോർ പോലെ അല്ല ഇപ്രാവശ്യം ഒരു എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി കാണാനുള്ള പടങ്ങൾ വെച്ച് നോക്കും ഫാന്റാസ്റ്റിക് ഫോർ മസ്റ്റായിട്ട് കണ്ടിരിക്കുന്ന ഒരു പടം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് മസ്റ്റ് വാച്ച് ചെയ്യാൻ നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. സോ താങ്ക് യു.